Good morning, dear students. In the last class, we have seen two components of compensation, that is salary and bonus. And today you are going to see long-term incentives. Clear? Long-term incentives and perquisites. Clear? Long-term incentives, it is to motivate. Again, I can say the compensation management is to motivate the employees and is a reward for their hard work. So long-term incentives also aims to motivate the people, motivate the employees, clear, managers for a long-term growth and prosperity. So long-term incentives can be used to encourage the executives and giving them opportunity to get and accumulate capital that can be used for a number of years, because in the form of shares are given. Clear? So popularity is there in company's share is given to the persons. So what are the different types of long-term incentives? That's what I'm going to discuss today. First one is stock options. Clear? The company is given an opportunity. The company is giving an opportunity for the employees to be a shareholder. A stock option is a right to buy a number of stock at a given date in future. The option is granted. Clear? So when a person is given the right to buy a number of stock after a given date in future at a period what is agreed, that is known as stock option. Pudhiya oru term aanu. I can explain you what is stock option. We'll begin here. First one is stock option. So option means the right to buy or sell. Clear? So here the stock option means the right to buy. The employees are given the right to buy. Again, I must say right to buy the shares at a given date in future. That is to be noted. At a given date in future. Clear? ഭാവിയിൽ ഒരു ദിവസം കൃത്യമായ agreed selling price, അതും കൂടി ഇമ്പോർട്ടൻ്റ് ആണ്. agreed selling price, agreed ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഒരു പ്രൈസ് ഫിക്സ് ചെയ്തിട്ട് ആ പ്രൈസിൽ വാങ്ങാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എംപ്ലോയീസിന് കൊടുക്കുന്നതിനെയാണ് സ്റ്റോക്ക് ഓപ്ഷൻ എന്ന് പറയാം. ക്ലിയർ? ഇതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്താ വെച്ചാൽ ഒരു ലോങ് ടേം വെന്യൂ ആണ്. മാനേജർ എന്താ ചെയ്യുക, അപ്പോൾ ഈ ഒരു ഇത് കിട്ടുമ്പോൾ അവർക്കൊരു ലോങ് ടേം മോട്ടിവേഷൻ ആണ്. കാരണം ഒരു ഭാവിയിലെ ഒരു പീരീഡിലാണ് നമുക്ക് കിട്ടണത്. അപ്പോൾ സോ ലോങ് ടേം ദ എനർജീസ് ഓഫ് ദ മാനേജർ ആർ റീറ്റെയിൻഡ്. ക്ലിയർ? അപ്പോൾ പിന്നെ മാനേജർക്കും ഗെയിൻ ആണ്. ക്ലിയർ? അതായത് ഇപ്പോൾ ഭാവിയിൽ വാങ്ങുന്ന പ്രൈസ് ചിലപ്പോൾ ഇപ്പൊ തന്നെ അഗ്രി ചെയ്യണം. ഒരു ഷെയറിന് ചിലപ്പോൾ ഭാവിയിൽ നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രൈസ് 110 രൂപയ്ക്കാവും ഇപ്പൊ അഗ്രി ചെയ്തിട്ടുണ്ടാവുക. അതായത് സോ ലോങ് ടേം ആയിട്ട് ഇപ്പൊ 110 രൂപയ്ക്കാണ് നമ്മൾ ഒരു അഗ്രീഡ് പ്രൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, 110 രൂപയ്ക്കാണ് കമ്പനിയുടെ കയ്യിൽ നിന്ന് നമ്മൾ വാങ്ങണ വിചാരിക്കൂ. യു ആർ ബൈയിങ് അല്ലെ. ആഫ്റ്റർ 6 months, ഒരു 6 മാസം കഴിഞ്ഞിട്ട് 110 രൂപയ്ക്കാണ് നമ്മൾ വാങ്ങുന്നത് വെച്ചാൽ വാട്ട് ഐ എം സേയിങ് ഇസ് ദാറ്റ് അങ്ങനെ വാങ്ങിക്കുമ്പോൾ ആ 6 മാസം കഴിഞ്ഞു ചിലപ്പോൾ മാർക്കറ്റ് പ്രൈസ് 130 രൂപയാവാം. പക്ഷെ നമ്മൾ എത്ര രൂപയ്ക്കാണ് വാങ്ങണത്? 110. അപ്പോൾ അവിടെ എന്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളത്? അയാൾക്ക് ആ എംപ്ലോയിക്ക് വേണമെങ്കിൽ അപ്പം തന്നെ അത് സെല് ചെയ്യാം. ഹി വിൽ ബി ഗെറ്റിംഗ് എ പ്രോഫിറ്റ് ഓഫ് ₹20 ഫോർ 1 ഷെയർ. ക്ലിയർ? സോ ഹീ ഈസ് ഗെയിനിങ് ഔട്ട് ഓഫ് ദാറ്റ്. ക്ലിയർ? ഔട്ട് റൈറ്റ്. അപ്പോൾ കമ്പനി മാനേജേഴ്സിന് ഇങ്ങനെ ഒരു അപ്പപ്പോൾ ഷെയർ കൊടുക്കണേക്കാളും മാനേജേഴ്സിനെ കമ്പനിയിൽ റീറ്റെയിൻ ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് റീറ്റെയിനിങ് ദ മാനേജേഴ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. സോ കാരണം ഒരു ലോങ് ടേം ഡേറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതുവരെയെങ്കിലും അവരവിടെ നിന്നോളും അല്ലേ. ദേ വിൽ നോട്ട് ലീവ് ദ ഓർഗനൈസേഷൻ. ദാറ്റ് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ലോങ് ടേം ഇൻസെൻറ്റീവ്. ക്ലിയർ? And another type of long-term incentive what is provided is I can say you phantom shares. Again phantom എന്നുള്ള പേര് നിങ്ങൾക്ക് ഫാൻറ്റത്തിനെ കണ്ടിട്ടുണ്ടോ? ഫാൻറ്റം ഷെയർസ് കുട്ടികളുടെ ഫാൻറ്റം കഥാപാത്രമാണ്, മറന്നു പോകരുത്. ഫാൻറ്റം ഷെയർസ്
ഫാൻറ്റം സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നമ്പർ ഓഫ് ഷെയർസ് ബുക്ക് കീപ്പിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. അതായത് ഒരു സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ മാനേജർക്ക് അവാർഡ് കൊടുക്കുകയാണ് ഒരു നമ്പർ ഓഫ് ഷെയർസ്. എന്തിനാ? ഫോർ ബുക്ക് കീപ്പിംഗ് പർപ്പസസ് ഓൺലി. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് ഒരു അറ്റ് ദ എൻഡ് ഓഫ് എ സ്പെസിഫിക് പീരീഡ് the executive is entitled to receive an award equal to the appreciation in the market value of the stock since the date of award. The award may be in cash, in shares or in both. കാരണം സ്റ്റോക്ക് ഓപ്ഷൻ പോലെയല്ല ഒരു ഫാൻറ്റം ഓപ്ഷന് ട്രാൻസാക്ഷൻ കോസ്റ്റ് ഇല്ല. അതായത് ഇപ്പോൾ നമ്മൾ പിന്നെ സ്റ്റോക്ക് ഓപ്ഷൻ പ്ലാൻ എന്ന് പറയുമ്പോൾ കുറച്ച് കാലം നമ്മളിങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കണം. ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ മാനേജർക്ക് ഒരു അവാർഡ് കൊടുക്കും. അതായത് ഇത്രയും നമ്പർ ഓഫ് ഷെയർസ് നിങ്ങൾക്ക് കിട്ടി. സപ്പോസ് 10,000 ഷെയർസ് മാനേജർക്ക് കിട്ടി. ക്ലിയർ? അതായത് ബുക്ക് കീപ്പിംഗ് പർപ്പസ് എന്ന് പറഞ്ഞാൽ അത് റെക്കോർഡിംഗ് പർപ്പസസിന് വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്. അതായത് സപ്പോസ് 2 രൂപയ്ക്ക് 2 രൂപയാണ് അന്നത്തെ മാർക്കറ്റ് വാല്യൂ എന്ന് വിചാരിക്കൂ. 10,000 × 2 20,000 രൂപയുടെ വാല്യൂ ഉള്ളത് അവർക്ക് കൊടുത്തു. ക്ലിയർ? പക്ഷെ ഇത് ശരിക്കും അവർക്ക് കിട്ടണത് അപ്പോഴല്ല, ഒരു എൻഡിൽ, ചിലപ്പോൾ ഒരു ഇയർ എൻഡ് അല്ലെങ്കിൽ ഒരു സ്പെസിഫൈഡ് പീരീഡ് എൻഡിലാണ് ഈ എക്സിക്യൂട്ടീവിന് ഈ ഒരു അവാർഡ് കിട്ടുക. അപ്പോൾ അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അവാർഡ് കൊടുത്തത് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാം. അവാർഡ് കൊടുത്തത് ചിലപ്പോൾ ജൂണിലാവും അവാർഡ്. പിറ്റത്തെ മാർച്ചിലായിരിക്കും ചിലപ്പോൾ നമുക്ക് കിട്ടുന്നുണ്ടാവുക ആ എമൗണ്ട്. ക്ലിയർ? അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ. അപ്പോൾ അവാർഡ് പ്രഖ്യാപിച്ച ദിവസവും അവാർഡ് കിട്ടിയ ദിവസം തമ്മിലുള്ള വ്യത്യാസമുണ്ട്. ഈ സമയത്ത് എന്തെങ്കിലും ഷെയറിന് അപ്രിസിയേഷൻ ഉണ്ടായാൽ ആ എമൗണ്ടും കൂടി ഇവർക്ക് ആഡ് ചെയ്തിട്ടാണ് മാർച്ചിൽ കൊടുക്കുക. ക്ലിയർ? സോ മാനേജേഴ്സ് എന്താ ചെയ്യുക? എല്ലാവരും എന്താ ചെയ്യുക? ദേ വിൽ ട്രൈ ദെയർ ലെവൽ ബെസ്റ്റ് ടു ഇൻക്രീസ് ദിസ് അപ്രിസിയേഷൻ. അപ്പോൾ എപ്പോഴാണ് നമ്മുടെ മാർക്കറ്റ് പ്രൈസ് ഷെയറിൻ്റെ കൂടുന്നത്? കമ്പനിയുടെ ഗുഡ് വില്ല് കൂടുമ്പോൾ, കമ്പനിയുടെ പ്രോഫിറ്റ് കൂടുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കൂട്ടാനുള്ള ഇമ്പോർട്ടൻസ് അവിടെ വരികയാണ് മാനേജേഴ്സിന്. സോ അവാർഡ് ഇസ് ഗിവൺ ഇൻ എ സ്പെസിഫൈഡ് ഡേ. ഇൻ വെർച്വലി അവാർഡ് കൃത്യമായിട്ട് കൊടുക്കുന്നത് പിന്നീടാണ്, പക്ഷേ അവാർഡ് പ്രഖ്യാപിക്കുന്നത് വേറൊരു ദിവസമാണ്. ആൻഡ് ദാറ്റ് ഈസ് എൻറ്റേർഡ് ഇൻ ദ ബുക്സ് ആസ് എൻ അവാർഡ്. ആൻഡ് ഓൺ എ ലേറ്റർ ഡേ വെൻ ഇറ്റ് ഇസ് ഗിവൺ, the appreciations of that share price also is added along with that. Clear? അങ്ങനെയാണ് നമ്മൾ ഫാൻറ്റം ഷെയർസ് എന്ന് പറയുന്നത്. Is it clear for you? And third type of shares are stock appreciation right. Stock appreciation. Appreciation rights. RIGHTS. സ്റ്റോക്ക് അപ്രിസിയേഷൻ റൈറ്റ്സ്. ഒരു സ്റ്റോക്ക് അപ്രിസിയേഷൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ റൈറ്റ് ടു റിസീവ് ക്യാഷ് പേയ്മെന്റ് ബേസ്ഡ് ഓൺ ദി ഇൻക്രീസ് ഇൻ ദ സ്റ്റോക്ക് വാല്യൂ ഫ്രം ദ ടൈം ഓഫ് അവാർഡ് അണ്ടിൽ എ സ്പെസിഫൈഡ് ഫ്യൂച്ചർ ഡേറ്റ്. അതായത് ഒരു സ്റ്റോക്ക് അപ്രിസിയേഷൻ റൈറ്റ് എന്ന് പറയുമ്പോൾ ഒരു രണ്ടും ഫാൻറ്റം ഷെയർ പോലെ തന്നെയാണ്. ഒരു ഡെഫേർഡ് ക്യാഷ് ബോണസ് ആണ്. ബോണസ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനുള്ള ഇൻക്രീസ് ആണ്. രണ്ട് പ്ലാനിനും അഡ്വാൻറ്റേജസ് ഉണ്ട്. രണ്ടും ഏകദേശം സിമിലർ ആണ്, രണ്ട് പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ ഇങ്ങനെ തന്നെയാണ്. സ്റ്റോക്ക് അപ്രിസിയേഷൻ റൈറ്റ് എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ക്യാഷ് പേയ്മെന്റ് ആയിട്ട് അവർക്ക് കിട്ടും. അവാർഡ് കിട്ടിയിൽ നിന്ന് ഒരു ഫ്യൂച്ചർ ഡേറ്റ് വെക്കാം. അവാർഡ് ഇപ്പോൾ ടൈം ഓഫ് അവാർഡ് ജൂണിലാണെങ്കിൽ ഇത് കിട്ടുന്നത് മാർച്ചിലോ ഏപ്രിലോ ആവും. അപ്പോൾ അപ്രിസിയേഷനും കൂടി ക്യാഷ് പേയ്മെന്റ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് സ്റ്റോക്ക് അപ്രിസിയേഷൻ റൈറ്റ്. സോ ഇറ്റ്സ് ഓൾസോ എ ഫോം ഓഫ് അപ്രിസിയേഷൻ. ഇറ്റ്സ് ഓൾസോ എ ഫോം ഓഫ് ബോണസ് ലൈക്ക് ദ ഫാൻറ്റം ഷെയർസ്. ഫാൻറ്റം ഷെയർസ് പോലെ അവർക്ക് കിട്ടുന്ന ഒരു മോഡ് ഓഫ് ബോണസ് ആണ് വിച്ച് ഇസ് ലോങ് ടേം ഇൻ നേച്ചർ. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് ഇസ് പെർഫോമൻസ് ഷെയർസ്. അടുത്തതാണ് പെർഫോമൻസ് ഷെയർസ്. So next is performance shares.
പെർഫോമൻസ് ഷെയർസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെർഫോമൻസിനനുസരിച്ചിട്ട് ഒരു സ്പെസിഫൈഡ് നമ്പർ ഓഫ് ഷെയർസ് തരുന്നതിനെയാണ് പെർഫോമൻസ് ഷെയർസ് എന്ന് പറയുക. അതായത് ഇപ്പോൾ നമ്മൾ ലോങ് ടേം ഗോൾസ് വല്ലതും മീറ്റ് ചെയ്താൽ നമുക്ക് ടാർജറ്റ് വിൽ ബി ഗിവൺ, ആൻഡ് അങ്ങനെയുള്ള ലോങ് ടേം ഗോൾസ് മോർ ദാൻ 1 ഇയറിലുള്ള ഗോളൊക്കെ വല്ലതും മീറ്റ് ചെയ്താൽ അങ്ങനെയുള്ള ഗോൾസ് അച്ചീവ് ചെയ്താൽ നമുക്ക് തരുന്നതാണ് പെർഫോമൻസ് ഷെയർസ്. ഷെയർസ് വിൽ ബി അവാർഡഡ്, കമ്പനിയുടെ ഷെയർസ്. എപ്പോഴും എങ്ങനെ അറിയോ, അത് കൊടുക്കാൻ EPS, ഏർണിംഗ് പെർ ഷെയർ എന്ന് പറയും. ഏർണിംഗ് പെർ ഷെയർ ഓഫ് എ കമ്പനി. ഏർണിംഗ് പെർ ഷെയർ ഓഫ് എ കമ്പനി കൂട്ടുകയാണെങ്കിൽ, നമ്മൾ കമ്പനി കൂട്ടുകയാണെങ്കിൽ, സോ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ കൂട്ടിയാൽ, ചിലപ്പോൾ കമ്പനിയുടെ ഏർണിംഗ് പെർ ഷെയർ എന്ന് പറഞ്ഞാൽ 10 രൂപയും ഓരോ ഷെയർ ഹോൾഡർക്കും കിട്ടുന്നതാണ് ഈ ഏർണിംഗ് പെർ ഷെയർ. അപ്പോൾ ആ ഏർണിംഗ് പെർ ഷെയർ ഇൻക്രീസ് ചെയ്താൽ പിന്നെ നമുക്ക് പെർഫോമൻസ് ഷെയർ ഇഷ്യൂ ചെയ്യും. അങ്ങനെയൊക്കെ കമ്പനീസ് ഓരോ ടാർജറ്റ് കൊടുക്കും. അപ്പോൾ പിന്നെ കമ്പനീസ് അതായത് മാനേജേഴ്സ് കുറച്ചും കൂടി നന്നായിട്ട് പെർഫോം ചെയ്യും. ക്ലിയർ? ആൻഡ് അനദർ ടൈപ്പ് ഓഫ് ലോങ് ടേം ഇൻസെൻറ്റീവ് ഇസ് ദാറ്റ്, വേറൊരു ടൈപ്പാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ലാസ്റ്റ് ടൈപ്പ് ഓഫ് ഇസ് പെർഫോമൻസ് യൂണിറ്റ്സ്. പെർഫോമൻസ് ഇതിലെ ലോങ് ടേം ഇൻസെൻറ്റീവ്സ് ഒക്കെ ഷെയർ ബേസ്ഡ് ആട്ടോ, അത് മറന്നു പോകരുത്. ഈ 4 പഠിക്കണം. പെർഫോമൻസ് യൂണിറ്റ്സ് ആണ്. ഈ പെർഫോമൻസ് യൂണിറ്റ് പ്ലാനിൽ ക്യാഷ് ബോണസ് ഇസ് പെയ്ഡ് വെൻ സ്പെസിഫിക് ലോങ് ടേം ടാർജറ്റ്സ് ആർ അറ്റൈൻഡ്. ഒരു ക്യാഷ് ബോണസ് ആണ്. അപ്പോൾ ഈ പ്ലാൻ ദസ് കമ്പൈൻസ് ആസ്പെക്ട്സ് ഓഫ് സ്റ്റോക്ക് അപ്രിസിയേഷൻ റൈറ്റ് ആൻഡ് പെർഫോമൻസ് ഷെയർസ്. അപ്പോൾ ക്യാഷ് ബോണസ് ആയിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ലോങ് ടേം പ്ലാൻ, അപ്പോൾ ഇത് ഒരു രണ്ടും തമ്മിലുള്ള ഒരു ഇന്റർലിങ്ക്ഡ് ആണ്. അതായത് ക്യാഷും പിന്നെ സ്റ്റോക്കിന്റെ വാല്യൂവിലുള്ള ക്യാഷ് ബോണസ് ആണ് കൊടുക്കുന്നത്. ക്ലിയർ? ഇതാണ് 4 ടൈപ്പ് ഓഫ് ലോങ് ടേം ഇൻസെൻറ്റീവ്സ്. ആൻഡ് വി ഹാവ് പെർക്വിസിറ്റ്സ് ഓൾസോ. പെർക്വിസിറ്റ്സ് ഇൻക്ലൂഡ്, ഞാൻ പെർക്വിസിറ്റ്സ് എന്താന്നുള്ളത് പെർക്വിസിറ്റ്സ് ഇവിടെ എഴുതിയിട്ടുണ്ട്. പെർക്വിസിറ്റ്സ് ഇൻക്ലൂഡ് മെഡിക്കൽ കെയർ. ക്ലിയർ? അപ്പോൾ മെഡിക്കൽ കെയർ ഒക്കെയാണ് പെർക്വിസിറ്റ്സിൽ. അപ്പോൾ പെർക്വിസിറ്റ്സ് ഇൻക്ലൂഡ് മെഡിക്കൽ കെയർ, ഫിനാൻഷ്യൽ കൗൺസിലിംഗ്, ഫെസിലിറ്റീസ് ഫോർ എൻ്റർടൈനിങ് കസ്റ്റമേഴ്സ് ഫോർ ഡൈനിങ് ഔട്ട്. അപ്പോൾ പെർക്വിസിറ്റ്സ് എന്ന് പറഞ്ഞ ടേം എന്ന് പറഞ്ഞാൽ ഒരു ഇൻസെൻറ്റീവ്സിന് പുറമെ അഡീഷണൽ പെർക്സ് കൊടുക്കുന്നതാണ്. ലൈക്ക് പ്രോവിഡൻറ്റ് ഫണ്ട് ഉണ്ടാവും, PF will be given, gratuity, and executives also enjoy many benefits. അപ്പോൾ ഗ്രാറ്റുവിറ്റി, പ്രോവിഡൻറ്റ് ഫണ്ട് അങ്ങനത്തെയൊക്കെ എക്സിക്യൂട്ടീവ്സിന് കൊടുക്കുന്നതാണ്. അതർ ദാൻ സാലറി, ആൻഡ് ദിസ് ഇസ് നോൺ ആസ് പെർക്സ് എന്നാണ് പറയുക. പെർക്ക് ചോക്ലേറ്റ്. ഓക്കെ, അപ്പോൾ ഫെസിലിറ്റീസ് കൊടുക്കാറുണ്ട് കസ്റ്റമേഴ്സിന്. ക്ലിയർ? സോ the പെർക്വിസിറ്റ്സ് പറഞ്ഞ വെക്കേഷൻ ട്രാവൽ, മെമ്പർഷിപ്പ് ഇൻ ക്ലബ്, അതൊക്കെ കൊടുക്കുന്നതിനെയാണ് പെർക്വിസിറ്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ components of the compensation is over today, and tomorrow we shall see what is fringe benefits and what are the fringe benefits in India. With that, this chapter will get over, and you have grievances redressal, discipline and punishment, and one more chapter, labor participation. All the 3 is very, very small chapters. Clear? With that, we will complete our portions. Okay, take care. Bye bye.